ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സംഘനൃത്ത ചുവടുകൾ പിഴയ്ക്കാതിരിക്കാൻ ബാൽക്കണിയിലും ഡാൻസ് ചെയ്ത ബഡ് സ്കൂൾ ഹെൽപ്പർ സുമി. കൊല്ലം തഴവ ബഡ് സ്കൂളിലെ 30-40 മുകളിൽ പ്രായമായ വിദ്യാർത്ഥികൾക്കാണ് സുമിയുടെ ബാൽക്കണി നൃത്തം. ഇതാണ് നമ്മുടെ തഴവ ബഡ്സ് സ്കൂളിലെ നമ്മുടെ ചിത്രശലഭങ്ങൾ. ആ ചിത്രശലഭങ്ങളെ മുഴുവനും അവരെ സംരക്ഷിച്ച് അവർക്ക് ഞങ്ങളെല്ലാം ചെയ്യും, ഞങ്ങൾ ഡാൻസ് ചെയ്യും, പാട്ടുപാടും, ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറുള്ള കുട്ടികൾ തന്നെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെല്ലാം ഒത്തപ്പോന്നവരാണ് എന്ന് തെളിയിക്കുകയാണ് നമ്മുടെ ബഡ്സ് സ്കൂളിലെ ഈ സഹോദരങ്ങൾ. അതിനൊപ്പം നമ്മുടെ ഈ സുമിയും അവിടുത്തെ ടീച്ചർ രാജിയും ഒക്കെ അത് കണ്ടില്ലയോ, നല്ല പവർഫുള്ളായിട്ടുള്ള അവരുടെ പെർഫോമൻസ് നമുക്ക് കാണാം. ലോകപ്രസിദ്ധമായ തഴപ്പാവിൻ്റെ സ്വന്തം ഗ്രാമം തഴവയിലെ ബഡ് സ്കൂളിലെ ഹെൽപ്പർ സുമി കലോത്സവത്തിനായി ചിട്ടപ്പെടുത്തിയ നൃത്തം. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ചുവട് തെറ്റാതിരിക്കാൻ ബാൽക്കണിയിൽ മനോഹരമായി നൃത്തം ചെയ്തു. കണ്ടുനിന്നവർക്ക് കൗതുകം. സ്റ്റേജിലാണോ അതോ ബാൽക്കണിയിലാണോ മത്സരം? ടീച്ചർ രാജിയും സുമിയും രാപ്പകൽ നൽകിയ പരിശീലനത്തിൽ വിജയിച്ചു. വന്നപ്പോൾ അവർ ഈ സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷം എന്താണെന്ന് നല്ലതായിട്ട് അറിയത്തില്ലായിരുന്നു. സ്കൂളിൽ വന്നതിന് ശേഷമാണ് സ്കൂൾ എന്താണ്, ടീച്ചർ എന്താണെന്നൊക്കെ ഉള്ളത്. 1-2 കുട്ടികളൊക്കെ നേരത്തെ സ്കൂളിൽ പോയിട്ടുള്ളതാണ്. പക്ഷേ കുറേ കാലം പിന്നെ ഇവർ വീട്ടിൽ ഇരുന്നതിന് ശേഷമാണ് നമ്മുടെ സ്കൂളിൽ വന്നത്. അപ്പം വന്ന് കൂട്ടുകാരെയും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഭയങ്കര എല്ലാവരും നല്ല ഹാപ്പിയും ഒരു സ്കൂളിൻ്റെ ചുറ്റുപാട് അന്തരീക്ഷം എന്താണെന്ന് അവർ മനസ്സിലാക്കിയത് നമ്മുടെ സ്കൂളിൽ വന്നതിന് ശേഷം. എല്ലാം നല്ല ഏജുള്ളവരാണ്. അപ്പോൾ ഒരുപാട് നാൾ അവർ വീട്ടിൽ നിന്നതിന് ശേഷമാണ് പിന്നെ സ്കൂളിൽ വന്നത്. വീട്ടിൽ ഒരുപാട് മാറ്റമുണ്ടെന്ന് രക്ഷകർത്താക്കൾ ഞങ്ങളോട് പറയാറുണ്ട്. പിന്നെ വീട്ടിൽ നിന്നും സ്കൂളിൽ നോക്കുമ്പോൾ സ്കൂളിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. വീട്ടിൽ കാണിക്കുന്ന ഒരു കാര്യങ്ങളും സ്കൂളിൽ കാണിക്കാറില്ല. സ്കൂളാണെന്നും അധ്യാപകരാണെന്നും അവരെ പറഞ്ഞാൽ അനുസരിക്കണം, ആ ഒരു അറിവ് അവർക്കുണ്ടായിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ചെറിയ കുരുത്തക്കെട്ടുകൾ, എന്നാലും ഒരുപാട് മാറ്റമുണ്ടെന്ന് രക്ഷകർത്താക്കൾ ഞങ്ങളോട് പറയാറുണ്ട്. ഇതെന്താണ്, സുമി ഡാൻസ് പഠിച്ചിട്ടില്ല, പണ്ടെപ്പോഴോ ഡാൻസ് ചെയ്തെന്ന് പറയുന്നു. ഇപ്പോൾ ഇവർക്ക് വേണ്ടി ഡാൻസ് സ്റ്റെപ്പ് നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ? രാജി ടീച്ചറും സുമി ഹെൽപ്പറാണല്ലേ 10 വർഷമായിട്ട്. അപ്പോൾ ആ ഹെൽപ്പർ അവരെ ഹെൽപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പിള്ളേരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യിക്കുക, ചെയ്ത് പുറത്ത് എത്തിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ചെയ്യുന്ന പോലെ അവരും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് ചെയ്യുന്നു. ഈ സ്റ്റേജിന്റെ ഏറ്റവും മുന്നിൽ നിന്ന് ആ സ്റ്റെപ്പ് കാണിച്ചില്ലെങ്കിൽ ഇവർ പതറുമോ? അത് നമ്മൾ ആ ചെയ്യുന്ന രീതി അവർ കണ്ട് ചെയ്തോളും. അപ്പം അങ്ങനെ ഒരു ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇവരുടെ കൂടെ കയറി കളിച്ചാണ് പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളങ്ങ് കളിക്കുക. വേറെ നാണക്കേടൊന്നും വിചാരിക്കുന്നില്ല. 35 വയസ്സ് വരെ അല്ലെങ്കിൽ നാടാകെ ബഡ് സ്കൂൾ തുടങ്ങും വരെ ഭിന്നശേഷിക്കാരായ മനുഷ്യർ ചിലർക്കെങ്കിലും ബാധ്യതയായിരുന്നു. പക്ഷേ ഈ ഭിന്നശേഷിക്കാരെ നെഞ്ചേറ്റാൻ സംസ്ഥാന സർക്കാർ പരമാവധി പഞ്ചായത്തുകളിലും ബഡ് സ്കൂളുകൾ തുടങ്ങിയെന്ന് മാത്രമല്ല, അവരുടെ നൈപുണ്യ വികസനത്തിനും കലയ്ക്കും മത്സരവേദി കൂടി ഒരുക്കി. രാജി ടീച്ചറും സുമി ഹെൽപ്പർ സുമിയും ഇവർ രണ്ടുപേരും നമ്മുടെ ഈ തഴവയിലെ ഈ ബഡ്സ്, ഈ പറയുന്ന നമ്മുടെ ചിത്രശലഭങ്ങളുടെ മുഴുവനും സംരക്ഷണം ഏറ്റെടുത്ത് അവരെ മനോഹരമായി ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. തങ്ങൾക്കും ജീവിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവരും ഞങ്ങളൊന്നും ഒട്ടും പുറകോട്ടല്ല എന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ഇതെല്ലാം. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.